Good evening, students. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് 12 പ്രിൻസിപ്പിൾസ് ആണ് ഗ്രീൻ കെമിസ്ട്രിയുടെ. അപ്പോൾ അത് മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഗ്രീൻ കെമിസ്ട്രിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ടും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടും പൊല്യൂഷൻ ഫ്രീ ആയിട്ടും ഒക്കെ നമുക്ക് റിയാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന മെത്തേഡ്സാണ്. അപ്പോൾ അതിൽ നമ്മൾ 12 പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ഡീറ്റെയിൽഡ് ആയിട്ടല്ല, നമുക്ക് പോയിൻറ്റ്സ് മാത്രമായിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇൻ ഡീറ്റെയിൽ നിങ്ങളത് നെക്സ്റ്റ് സെമ്മുകളിലൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ടേം എന്ന് പറയുന്നത് ആറ്റം എക്കണോമി എന്ന് പറയുന്നൊരു ടേമുണ്ട്. ആറ്റം എക്കണോമി എന്ന് പറയുന്ന ടേമാണ് അതിനകത്ത് നമ്മൾ അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്റ്റൻസ് അല്ലെങ്കിൽ ആ സ്റ്റോയിഷ്യോമെട്രി അനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ എത്ര ബൈ വെയ്റ്റ് നമ്മൾ യൂസ് ചെയ്തത് എത്രയാണോ അതിൻ്റെ പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോഴും നമുക്ക് അതേ വെയ്റ്റ് തന്നെയാണോ കിട്ടുന്നത്, അതിനകത്ത് ലോസ് വരുന്നുണ്ടോ. അപ്പോൾ കംപ്ലീറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഇൻ ടു പ്രോഡക്ട്സ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ആറ്റം എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് റോൾ ഓഫ് കെമിസ്ട്രി ആസ് എ സെൻട്രൽ സയൻസ് കണക്റ്റിംഗ് അതർ സയൻസസ് ഓർ അതർ ബ്രാഞ്ചസ് ഓഫ് സയൻസ് ആണ്. അപ്പോൾ അതിൽ നമുക്കറിയാം ഇതൊരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് നമുക്കൊരു സബ്ജക്റ്റായിട്ട് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് നമുക്ക് സയൻസുകളെല്ലാം. അപ്പോൾ അതിൽ കെമിസ്ട്രിയുടെ റോൾ എന്താണെന്നുള്ളതാണ്. കെമിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള പീപ്പിളാണ് ആൻഡ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് സെർച്ച് ഫോർ ന്യൂ വാല്യുബിൾ ആൻഡ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി മെറ്റീരിയൽസ്. അത് നമുക്കറിയാം, ന്യൂ ഡ്രഗ്സ്, ന്യൂ വേയ്സ് ഓഫ് ഡൂയിങ് തിങ്സ് ബെറ്റർ ആൻഡ് ന്യൂ അണ്ടർസ്റ്റാൻഡിങ്സ് ഓഫ് ഹൗ നേച്ചർ വർക്ക്സ്. നമ്മളിതെല്ലാം അനലൈസ് ചെയ്യുന്നവരാണ് കെമിസ്റ്റുകൾ. സോ കെമിസ്ട്രി ഈസ് സെൻട്രൽ ടു ഓൾ ഫോംസ് ഓഫ് സയൻസ് ബിക്കോസ് ഇറ്റ് ആക്ട് ആസ് ആൻ എഫിഷ്യൻറ്റ് ഇൻ്റർമീഡിയറ്റ് connection between all these sciences. So ഇപ്പോൾ അതർ ഇൻ്റർ ഡിസിപ്ലിനറി ഏരിയാസിൽ കെമിസ്ട്രി ഇൻവോൾവ് ചെയ്യുന്ന വിച്ച് ഇൻവോൾവ്സ് കെമിസ്ട്രി ആണ് നമുക്കിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ ഏരിയാസ്. അതിൽ മെഡിസിനൽ കെമിസ്ട്രി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഉണ്ട്, ദെൻ ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്, ദെൻ നാനോ ടെക്നോളജി ഉണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഫെമിലിയറാണ്. മെഡിസിനൽ കെമിസ്ട്രി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് ആവശ്യമുള്ള ഒരു മേഖലയാണ്. വിച്ച് കോറിലേറ്റ്സ് സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി വിത്ത് കെമിക്കൽ ബയോളജി, ബയോ കെമിസ്ട്രി, മോളിക്കുലാർ ബയോളജി, ഫാർമക്കോളജി. അപ്പോൾ നമ്മുടെ ബയോളജിയുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് നമ്മുടെ മെഡിസിൻസ്. സോ മെഡിസിനൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഓൾവേസ് അതിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്താലേ അത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റൂ. ബയോളജി ആയിട്ട് കമ്പയർ ചെയ്തെങ്കിലേ ആ സ്റ്റഡീസ് കംപ്ലീറ്റ് ആവും. ദിസ് ബ്രാഞ്ച് എയിംസ് അറ്റ് അണ്ടർസ്റ്റാൻഡിങ് സ്ട്രക്ചർ, ആക്ടിവിറ്റി, റിലേഷൻഷിപ്പ് ഓഫ് മോളിക്യൂൾസ് ആൻഡ് സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻസ് ആർ മെയ്ഡ് ഇൻ കെമിക്കൽ എൻറ്റിറ്റീസ് സോ ആസ് ടു കൺവേർട്ട് ദം ഇൻ ടു ലൈഫ് സേവിങ് ഡ്രഗ്സ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റഡീസൊക്കെ ഇൻ്റർ ഡിസിപ്ലിനറി ആണ്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലാണെങ്കിൽ സിന്തറ്റിക്കായിട്ട് ഡ്രഗ്സിൻ്റെ മേഖലയാണത്. അവിടെ സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രി ഈസ് എഫക്റ്റീവ്ലി അപ്ലൈഡ് ഫോർ ഡെവലപ്പിംഗ് ന്യൂ ഫാർമസ്യൂട്ടിക്കൽ ഏജൻറ്റ്സ്, ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് എക്സെട്ര. നെക്സ്റ്റ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത് നമുക്കറിയാം എനർജി ക്രൈസിസ് നമുക്കിപ്പോൾ ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സോളാർ സെൽസ്, ഫ്യൂവൽ സെൽസ് ടെക്നോളജി, ഈ ടെക്നോളജീസൊക്കെ, അതുപോലെ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്, ഇങ്ങനെ വരുന്ന മേഖലയിലും എന്ത് വരുന്നുണ്ട്, നമുക്ക് കെമിസ്ട്രിയാണ് നമ്മളവിടെ മെയിനായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്.
So the relationship between electrical energy and chemical changes help to explore a vast variety of chemical reactions taking place at the interfaces. Interfaces എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിലൊക്കെയാണ് നമ്മൾ ഇൻ്റർഫേസസ് വരുന്നത്. സോ ഒരു മെറ്റൽ സൊല്യൂഷൻ ഇൻ്റർഫേസ്, ഇപ്പം നമ്മൾ ഫ്യൂവൽ സെല്ല് ഇലക്ട്രോഡ്സ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇൻ്റർഫേസസ് എന്നുള്ള വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഇലക്ട്രോ കെമിക്കൽ അപ്രോച്ച് ടു സിന്തസൈസ് ആൻഡ് ക്യാരക്ടറൈസ് നാനോ മെറ്റീരിയൽസ്, സെൻസർ ഡിവൈസസ്, ഇതെല്ലാം ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആണ്. അതായത് ഒന്നും മറ്റൊന്നുമായി റിലേറ്റഡ് ആണ്. പ്യുവർ കെമിസ്ട്രി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതിന് പകരം ഓൾവേസ് കോറിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനോ റിസർച്ച് ചെയ്യാനോ പറ്റുന്ന മേഖലകളാണ്. സോ അതുപോലെ തന്നെയാണ് അടുത്തൊരു ടെക്നോളജി, നാനോ ടെക്നോളജി എന്ന് പറയുന്നത്, വിച്ച് ഈസ് എ ഫീൽഡ് ഓഫ് അപ്ലൈഡ് സയൻസ് ആൻഡ് ടെക്നോളജി. ആൻഡ് മെയിൻ ഫീച്ചർ ഈസ് ദ കൺട്രോൾ ഓഫ് മാറ്റർ ഓൺ എ നാനോ സ്കെയിൽ സ്മോളർ ദാൻ എ മൈക്രോമീറ്റർ. നമുക്കറിയാം സൈസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് വളരെ പ്രഡിക്റ്റ് ചെയ്യുന്നതിനും അപ്പുറത്തേക്കുള്ള, അല്ലെങ്കിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രോപ്പർട്ടീസ് ആ ഒരു സ്മോൾ സൈസ് ലെവലിൽ അതിന് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നാനോ ടെക്നോളജിയുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. സോ നാനോ സൈസിലേക്ക് നമ്മൾ മെറ്റീരിയൽസിനെ മാറ്റി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ സൈസിലുള്ള മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ സൈസിലുള്ള അത് ഷോ ചെയ്യുന്ന അതിൻ്റെ പ്രോപ്പർട്ടീസിനേക്കാളും വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. കൂടുതലായിട്ടും അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, അതിൻ്റെ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടീസ്, അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എല്ലാം ഓൾമോസ്റ്റ് ചേഞ്ച് ചെയ്യുകയാണ്. സോ നാനോ ടെക്നോളജിയെ പറ്റി നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു സെൻറ്റൻസാണ് ദെയർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം അറ്റ് ദ ബോട്ടം എന്ന് പറയുന്നത്. റിച്ചാർഡ് ഫെയ്മാൻ്റെ ടോക്കിൽ നാനോ ടെക്നോളജിയെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസാണത്. ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെഡിസിനൽ ഫീൽഡിൽ ഇപ്പോൾ നാനോ ടെക്നോളജി, നാനോ മെഡിസിൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈഡ് എഫക്റ്റ് കുറഞ്ഞും ഹൈ എഫിഷ്യൻസി വരുന്നതുമായിട്ടുള്ള, അല്ലെങ്കിൽ ഫാസ്റ്റായിട്ടുള്ള ആക്ഷൻ. നമുക്കറിയാം നമ്മൾ കാറ്റലിസ്റ്റ് ആണെങ്കിലും നമ്മൾ സൈസ് കുറയ്ക്കുമ്പോൾ അതിൻ്റെ ആക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന, സർഫസ് ഏരിയ കൂടുന്നതനുസരിച്ച് അതിൻ്റെ ആക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സിമിലർലി ഇവിടെയും നമുക്ക് ആ നാനോ സൈസ് ഹൈ എഫിഷ്യൻസി ആണ് എല്ലാ നാനോ മെറ്റീരിയൽ അല്ലെങ്കിൽ നാനോ സൈസിലേക്ക് വരുമ്പോൾ. സോ ഇറ്റ് ലീഡ്സ് ടു ഫാസ്റ്റ് ആക്ഷൻ, ഹൈ എഫിഷ്യൻസി മെഡിസിൻസ്. ദെൻ അതുപോലെ മെറ്റാബോളിസം ലീഡ്സ് ടു നോ ലിവർ ഡാമേജ് ഓർ മാൽ ഫങ്ഷനിങ് ഓഫ് കിഡ്നി. അപ്പോൾ അങ്ങനെ മറ്റുള്ള ഓർഗൻസിനെ ഒന്നും അഫക്റ്റ് ചെയ്യാതെ ടാർഗറ്റഡ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനും മറ്റുമൊക്കെ നാനോ മെഡിസിൻസിന് സാധ്യത കൂടുതലാണ്. സോ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ക്യാൻസർ ഡിറ്റക്ഷനെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Gold nanoparticles stick to cancer cells and make them shine. So magnetic nanoparticle consists of a magnetically active core coated with a stabilizing shell, to which targeting ligands and additional imaging modalities can be anchored. ഇതൊരു ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. സോ അത് എക്സാമ്പിൾസ് ആയിട്ട് കണക്കാക്കാം. നമുക്ക് നാനോ ടെക്നോളജി ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഗോൾഡ് നാനോ പാർട്ടിക്കിൾ ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റക്റ്റ് ക്യാൻസർ സെൽസ്. അപ്പോൾ നാനോ പാർട്ടിക്കിൾസ് തന്നെ മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്ന നാനോ പാർട്ടിക്കിൾസ് നാനോ മെഡിസിൻസിൽ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ അത് കൂടുതൽ യൂസ്ഫുള്ളാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഇൻ്റർ ഡിസിപ്ലിനറി ഏരിയാസിൽ പറയാൻ കഴിയുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിനകത്തെ ഈ യൂണിറ്റിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിക്കുക. അടുത്ത് നമുക്കൊരു യൂണിറ്റ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലാബ് സേഫ്റ്റിയെ പറ്റിയിട്ടുള്ള ഒരു യൂണിറ്റാണ്. ലാബ് സേഫ്റ്റി മെഷേഴ്സും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും.
അപ്പോൾ ലാബ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ +2-ന് നിങ്ങൾ ലാബ് വർക്ക് ചെയ്തിട്ടുണ്ട്, ലാബിൽ അനാലിസിസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസും നമ്മൾ പാലിക്കേണ്ട മാനേഴ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ ആണ് തിയറട്ടിക്കലി അവർ പറഞ്ഞിരിക്കുന്നത്. അതും നിങ്ങൾക്ക് വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കതിനകത്ത് കെമിസ്ട്രി ആയിട്ടൊന്നുമില്ല, ഞാനൊരു ഔട്ട്ലൈൻ പോലെ നമുക്കത് പറഞ്ഞു പോവാം. ദെൻ യു ഷുഡ് റീഡ് ദ ടെക്സ്റ്റ് വെരി വെൽ, ദെൻ ഓൺലി നിങ്ങൾക്കത് നന്നായിട്ടത് എഴുതാൻ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്കത് പോയിൻറ്റ്സ് വേണം. നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, നമുക്കെന്ത് വേണം, അതിനകത്ത് നമുക്കതിനെ എഴുതി നമുക്കതിനെ മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് എഴുതണമെങ്കിൽ നമ്മൾ വായിച്ചിരിക്കണം. സോ അതിനകത്ത് കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലബോറട്ടറി ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു സയൻസ് എഡ്യൂക്കേഷൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ട് തന്നെയാണ്. നമുക്കറിയാം, നമുക്ക് വിത്തൗട്ട് ലാബ് ഓർ എക്സ്പെരിമെൻറ്റ്സ് നമുക്കൊരു സയൻസ് വെല്ലായിട്ട് നമുക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ ഒക്കെ, നമുക്ക് സയൻസായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഒബ്സർവേഷൻ ആൻഡ് റിസൾട്ട്സ് വി കുഡ് ഓൺലി അക്സെപ്റ്റ് സയൻസ് ആസ് സയൻസ്, അല്ലേ? നമുക്കൊരു ഫാക്റ്റാണ് അല്ലെങ്കിൽ സയൻസിൻ്റെ ബേസിലാണ് നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഒബ്സർവേഷനാണ് നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ യൂണിറ്റുകളിൽ നിങ്ങൾ സയൻസിൻ്റെ അല്ലെങ്കിൽ മെത്തഡോളജീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെരിമെൻറ്റേഷനും ഒക്കെ പഠിക്കുന്നുണ്ട്. സോ നമുക്ക് എത്രത്തോളം ലാബ് വർക്കുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ അങ്ങനെ നമ്മളൊരു ലാബ് വർക്ക് ഒരു ബിഫോർ എൻ്ററിങ് നമ്മളൊരു ലാബ് അനാലിസിസ് വർക്കിലേക്കോ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിലേക്കോ കടക്കുന്നതിന് മുന്നേയും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളത് കഴിഞ്ഞ ശേഷവും നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ നമുക്കൊരു ലാബിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലാബ് സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഇഞ്ചുറീസ് ലാബിനകത്ത് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് നമ്മൾ എന്തൊക്കെയാണ് അപ്പോൾ സ്വീകരിക്കേണ്ട ഫസ്റ്റ് എയ്ഡ് മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്, നമുക്ക് ഇപ്പോൾ ആസിഡ് കയ്യിൽ പോവുക, കണ്ണിൽ വീഴുകയോ അല്ലെങ്കിൽ നമ്മൾ കയ്യിലോ കാലിലോ ഒക്കെ നമുക്ക് ആസിഡ് വീഴുകയോ അങ്ങനെ ബേണിങ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെ ഓവറോളായിട്ട് കാറ്റഗറി വൈസ് നമ്മുടെ യൂണിറ്റിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഫോർ സ്റ്റാർട്ടിങ് ടു വർക്ക് ഇൻ എ ലബോറട്ടറി നമ്മൾ എന്താ അറിഞ്ഞിരിക്കേണ്ടത്? ദ സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു ഗോ ത്രൂ ദ ഡീറ്റെയിൽസ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഇൻക്ലൂഡിങ് വേരിയസ് കെമിക്കൽസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു അനാലിസിസ് അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിനനുസരിച്ചുള്ളൊരു പ്രാക്ടിക്കലിന് വേണ്ടി മാത്രമാണ് നമ്മൾ ലാബിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ എക്സ്പെരിമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു ചെറിയ 2-3 മണിക്കൂറത്തെ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി ലാബിൽ എൻ്റർ ചെയ്യുന്ന ഒരാളിന് മാത്രം ഉദ്ദേശിച്ചല്ല, ബട്ട് ഒരു എക്സ്പെരിമെൻ്റ്, അതായത് ഒരു ഹോൾ റിസർച്ച് വർക്ക് ക്യാരി ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫുൾ കോഴ്സ് ലാബ് വർക്ക് ചെയ്യുന്ന എല്ലാവരെയും, അങ്ങനെ ഒരു കുറച്ചുകൂടെ നിങ്ങളെക്കാളും കുറച്ചുകൂടെ റിസർച്ച് ലെവലിൽ വരെ വർക്ക് ചെയ്യുന്ന ലാബിലേക്ക് എൻ്റർ ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേഷനും അതുപോലെ റിസർച്ചിനും ഒക്കെ പോകുന്ന ലാബ് വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിങ് ടു വർക്ക് ഇൻ എ ലാബ് എന്തൊക്കെ അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇൻസ്ട്രക്ഷൻസാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതിൽ പോയിൻ്റ് വൈസ് നമ്പർ വൈസ് കൊടുത്തിട്ടുണ്ട്. റീഡ് ലേബൽസ് ആൻഡ് മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്സ്. സോ നമുക്ക് MSDS എന്ന് പറയുന്ന ഒന്നും നമുക്കൊരു ഓർഡിനറി ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG ലാബിലൊക്കെ അത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ലാർജ് സ്കെയിൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നിടത്ത് ഇൻഡസ്ട്രീസിൽ അനാലിറ്റിക്കൽ വലിയ ലാബുകളിലൊക്കെ ഇത് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങളത് കാണണമെന്ന് ഇല്ല. അപ്പോൾ അങ്ങനൊരു സംഭവം MSDS എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വലിയ ലാബുകളിൽ അത് ഉറപ്പായിട്ടും ഉണ്ടാവും. ലേബൽസൊക്കെ നിങ്ങൾ കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം, ഏതിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ
വെച്ച് സൂക്ഷിക്കുന്നു എന്നുള്ളത്. നെവർ യൂസ് എനി കെമിക്കൽ ഫ്രം ആൻ അൺലേബിൾഡ് കണ്ടെയ്നർ. നമുക്ക് പേരില്ലാത്ത ഒരു കണ്ടെയ്നറിൽ നിന്നും ഒരിക്കലും നമ്മൾ കെമിക്കൽസ് എടുത്ത് യൂസ് ചെയ്യരുത്. ആൻഡ് റിപ്പോർട്ട് മിസ്സിംഗ് ലേബിൾസ് ടു യുവർ ലാബ് ഇൻ ചാർജ്. നമ്മൾ ലേബലൊക്കെ ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ ടീച്ചറിനെ അറിയിക്കണം. ആഫ്റ്റർ യൂസിങ് എ കെമിക്കൽ ദ കണ്ടെയ്നർ ഷുഡ് ബി ടൈറ്റ്ലി ക്ലോസ്ഡ് ആൻഡ് റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ പ്ലേസ്. അപ്പോൾ നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു എവിടെ നിന്നാണോ ഒരു കെമിക്കൽ എടുക്കുന്നത് അത് അതേ സ്ഥലത്തേക്ക് തന്നെ അത് കൃത്യമായി നമ്മൾ തിരിച്ച് വെച്ചിരിക്കണം, അത് റീപ്ലേസ് ചെയ്തിരിക്കണം. അത് നമ്മൾ അവിടെ നിന്ന് മാറ്റി വേറൊരിടത്തേക്ക് കൊണ്ടുവയ്ക്കരുത്. കൊറോസീവ് കെമിക്കൽസ് ലൈക്ക് ആസിഡ് ആൽക്കലി ഷുഡ് നോട്ട് ബി സ്ട്രൈറ്റ് അവേ പോർഡ് ഫ്രം ദെയർ കണ്ടെയ്നേഴ്സ്. അപ്പം നേരിട്ട് അത് കുപ്പികളിൽ നിന്ന് എടുത്ത് ഒഴിക്കരുത്. ദേ ഷുഡ് ബി കെയർഫുള്ളി ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് സ്പില്ലേജ്. നമ്മൾ ആസിഡൊക്കെ ഒഴിക്കുമ്പോൾ നമ്മളതിങ്ങനെ സ്പില്ല് ചെയ്യുക, അത് മേലിലേക്കൊക്കെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അത് വളരെ കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ നമുക്ക് ഈവൻ ഒരു മൈന്യൂട്ട് ഡ്രോപ്പ് തന്നെ നമുക്കത് സ്കിന്നിനായാലും കണ്ണിലോ മുഖത്തോ ഒക്കെ വീഴുകയാണെങ്കിൽ ഭയങ്കര ബേണിങ്, അത് ആ ബേണിങ്ങിനുള്ള കാരണമാവും. സോ വിത്തൗട്ട് സ്പില്ലേജ് ആണ് അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ദെൻ കൊറോസീവ് കെമിക്കൽ ഷുഡ് ബി കെപ്റ്റ് ഇൻ എ കൊറോഷൻ റെസിസ്റ്റൻറ്റ് കണ്ടെയ്നർ. ദെൻ ഫ്ലെയിമബിൾ സോൾവെൻറ്റ്സ്, അതായത് പെട്ടെന്ന് തീ കത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള ആൽക്കഹോൾ, ഈതർ അതൊക്കെയാണെങ്കിൽ നമ്മൾ വളരെ ഫ്ലെയിമിന് ദൂരെയായിരിക്കണം സൂക്ഷിക്കേണ്ടത്. വോളറ്റൈൽ സോൾവെൻറ്റ്സ് മസ്റ്റ് ബി റിമൂവ്ഡ് ബൈ ഡിസ്റ്റിലേഷൻ ആൻഡ് നോട്ട് ബൈ ഇവോപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഇവോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട് തുറന്ന് ഒരിടത്തും വെക്കാൻ പാടില്ല. നമ്മളതിനെ പതുക്കെ ഡിസ്റ്റിൽ ചെയ്ത് നമുക്ക് സോൾവെൻറ്റിനെ നമുക്ക് അതിനകത്തുനിന്ന് റിമൂവ് ചെയ്യാം. നമ്മളൊരു റിയാക്ഷൻ മിക്സ്ചറിൽ only the required quantity of chemicals must be used. Then do not use any equipment unless you are trained and approved as a user by your supervisor. അപ്പോൾ നമ്മളൊരു എക്യുപ്മെൻറ്റും അറിയാതെ അതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. വെയർ ലാബ് കോട്ട്സ് ആൻഡ് സേഫ്റ്റി ഗ്ലാസസ് ഇൻ ലബോറട്ടറീസ് എംപ്ലോയിങ് ഹസാഡസ് കെമിക്കൽസ്. വെയർ ഗ്ലൗസ് വെൻ യൂസിങ് എനി ഹസാഡസ് ഓർ ടോക്സിക് ഏജൻറ്റ്. ദെൻ വെയർ സേഫ്റ്റി ഗ്ലാസസ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ലോങ് ഹെയർ ഉണ്ടെങ്കിൽ ലൂസ് ക്ലോത്ത്സ് അതൊന്നും നമുക്ക് ലാബിലേക്ക് അഡ്വൈസബിൾ അല്ല. നമ്മൾ ഹെയർ എല്ലാം ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്തിരിക്കണം. അതുപോലെ ക്ലോത്ത് എല്ലാം നമ്മൾ വളരെ ഒതുക്കി കോട്ടൊക്കെ ഇട്ട് അതിങ്ങനെ പാറി പറന്ന് നടക്കാതെ, അതായത് നമ്മൾ ബേണറൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് പെട്ടെന്ന് നമുക്ക് ഫ്ലെയിം അത് തീ പിടിക്കാനൊക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ലൂസായിട്ടുള്ള ക്ലോത്ത്സൊക്കെ ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ ഇറ്റ് ഈസ് ടൈഡ് ബാക്ക് ആൻഡ് കൺഫൈൻഡ്. സോ സ്മോക്കിംഗ് പാടില്ല, ഈറ്റിംഗ് ഡ്രിങ്കിങ് ഒന്നും നമ്മുടെ ലാബിനകത്ത് ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും പാടുള്ളതല്ല. Then familiarize yourself with the location and operation of safety and emergency equipment such as fire extinguishers, first aid and spill response kits. അപ്പോൾ ഇതുമായിട്ടൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കണം. ദെൻ യൂസ് വോളറ്റൈൽ ആൻഡ് ഫ്ലൈമബിൾ കോമ്പൗണ്ട്സ് ഓൺലി ഇൻ എ ഫ്യൂം ഹുഡ്. ഫ്യൂം ഹുഡ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് നമ്മുടെ ലാബിലിപ്പോൾ. നിങ്ങൾക്ക് അത് നമ്മുടെ ലാബുകളിൽ അങ്ങനെ ഇപ്പോൾ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് റിസർച്ച് ലാബുകളിലൊക്കെയാണ് കൂടുതലും നമ്മൾ ഫ്യൂം ഹുഡ്, അതായത് ഫ്യൂം വരുന്ന ആസിഡ്സൊക്കെ നമ്മൾ ഫ്യൂം ഹുഡിനകത്ത് വെച്ച് വേണം. ഫ്യൂം ഹുഡ് എന്ന് പറഞ്ഞാൽ ഒരു ചിമ്മിനി മോഡലാണ്, പഴയ ചിമ്മിനി മോഡൽ. അവിടെ നിന്ന് ആ ഫ്യൂംസ് അത് വെളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ സാധാരണ എക്സോസ്റ്റ് ഫാൻ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ സാധാരണ ആസിഡൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഫ്യൂംസൊക്കെ അത് വെളിയിലേക്ക് വലിച്ചു വിടും. നമ്മൾ ഫ്യൂം ഹുഡിൽ വെച്ചാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഒത്തിരി അങ്ങനെ ഫ്യൂംസ് ഉള്ള ആസിഡ്സ് ഒന്നും നമ്മൾ കൂടുതലായി യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഡിഗ്രി ലാബുകളിലൊക്കെ നിങ്ങൾക്ക് ഫ്യൂം ഹുഡ് കാണാൻ കഴിയാത്തത്. ദെൻ നെവർ സ്മെൽ എ സോൾവെൻറ്റ്. നമ്മളൊന്നും കെമിക്കൽസ് ഒന്നും നമ്മൾ മണത്ത് നോക്കാൻ പാടില്ല. മീൻസ് സോൾവെൻ്റ് ആകുമ്പോൾ, സോൾവെൻറ്റ് എസ്പെഷ്യലി സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വേപ്പേഴ്സ് നമ്മുടെ ഉള്ളിലേക്ക് പോകും. അതുകൊണ്ടാണ് സോൾവെൻറ്റ്സ് നമ്മളങ്ങനെ സ്മെല്ല് ചെയ്യരുതെന്ന് പറയുന്നത്. റീഡ് ലേബൽ ഓൺ ദ സോൾവെൻറ്റ് ബോട്ടിൽ ടു ഐഡൻറ്റിഫൈ ദ കണ്ടൻറ്റ്. Then never allow a solvent in contact with your skin. Always use gloves.
നമ്മളെ കയ്യിലൊന്നും ആകാതെ നമ്മൾ സൂക്ഷിക്കണം. ഇതെല്ലാം നമുക്ക് വായിച്ച് എടുക്കാവുന്ന കാര്യങ്ങളാണ്. ദെൻ ഡ്യൂറിങ് ലബോറട്ടറി വർക്ക്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. കീപ്പ് വർക്ക് പ്ലേസസ് ക്ലീൻ. എക്സ്ട്രാ ബുക്സ്, പേഴ്സസ് എക്സെട്ര ഷുഡ് ബി കെപ്റ്റ് അവേ ഫ്രം ദ എക്യുപ്മെൻറ്റ്. Work only with the materials once you know their flammability, reactivity, etc. Never pipette by mouth. It is better to use rubber bulb rather than mouth. Mouth pipetting നിങ്ങൾക്ക് അറിയാവുന്ന വളരെ വീര്യം കുറഞ്ഞ ഡൈല്യൂട്ടായിട്ടുള്ള സൊല്യൂഷൻസാണ് നമുക്ക് മൗത്ത് പിപ്പറ്റിങ്ങിനായിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പോൾ നമ്മൾ കോവിഡ് കാരണം നമ്മൾ മൗത്ത് പിപ്പറ്റിങ് നമ്മൾ ചെയ്യുന്നുമില്ല. അതിന് പകരം നമ്മൾ വോളിയം എപ്പോഴും മെഷർ ചെയ്യുന്നത് നമ്മൾ ബ്യൂററ്റ് യൂസ് ചെയ്താണ്. ബെറ്റർ നമുക്ക് മൗത്ത് പിപ്പറ്റിങ് ഒഴിവാക്കിക്കൊണ്ട് റബ്ബർ ബൾബ് ഉപയോഗിച്ചുകൊണ്ട് സക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പക്ഷേ നമുക്ക് കൺട്രോൾ കിട്ടുന്നത് എപ്പോഴും നമ്മൾ മൗത്ത് പിപ്പറ്റ് ചെയ്യുമ്പോഴാണ്. അത് നമ്മൾ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് മാത്രമാണ് നമ്മളങ്ങനെ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത്. ദെൻ വർക്ക് വിത്ത് എ പീസ്ഫുൾ മൈൻഡ്. നമ്മളങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിന്ന് ലാബിൽ വർക്ക് ചെയ്യാൻ പാടില്ല. ആബ്സെൻറ്റ് മൈൻഡഡ് ആവാൻ പാടില്ല. സ്റ്റുഡൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് യൂസ്ഡ് മെറ്റീരിയൽ. Then equipment failure. If a piece of equipment fails, then while being used, report. അതിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഇമ്മീഡിയറ്റ് ആയിട്ട്. റിപ്പോർട്ട് ആക്സിഡൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യണം. കണ്ടക്ട് പ്രൊസീജിയേഴ്സ് ഇൻവോൾവിങ് the release of volatile, toxic or flammable materials in a chemical fume hood. So never work alone in laboratory. Do not leave an ongoing experiment unattended. നമ്മളൊരു ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് ഇറങ്ങി പോകാൻ പാടില്ല. Never use open flames in laboratory unless instructed by lab in charge. Check your glasswares for cracks and chips. നമ്മൾ എന്തെങ്കിലും പൊട്ടിയിട്ടൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ വീട്ടിലെ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ഗ്ലാസ് വെയർസും നമ്മൾ എന്ത് ചെയ്യണം, അത് പൊട്ടിയിട്ടുള്ളതാണോ, അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് ഉള്ളതാണോ എന്നൊക്കെ നോക്കി വേണം ചെയ്യാൻ. അതർവൈസ് അതിനകത്ത് നമുക്ക് ലീക്കേജൊക്കെ വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റാതെ വരും. സോ ബിഫോർ ലീവിങ് ദ ലബോറട്ടറി, നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ വാഷ് യുവർ ഹാൻഡ്സ് തറോലി ബിഫോർ ലീവിങ്. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ പെർഫോം സേഫ്റ്റി ചെക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് എക്സ്പെരിമെൻറ്റ്. ടേൺ ഓഫ് ഗ്യാസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹീറ്റിംഗ് അപ്പാരറ്റസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ടേൺ ഓഫ് ചെയ്യണം. ദെൻ റിട്ടേൺ അൺയൂസ്ഡ് മെറ്റീരിയൽസ്. ദെൻ ഡിസ്പോസ് ഓൾ വേസ്റ്റ് മെറ്റീരിയൽ പ്രോപ്പർലി. ക്ലീൻ അപ്പ് യുവർ വർക്ക് ഏരിയ. നമ്മളെ വർക്ക് ഏരിയ എപ്പോഴും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ ക്ലീൻ ആയിരിക്കണം. സോ ഇതൊക്കെയാണ് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ലാബ് സേഫ്റ്റിയെ പറ്റി എഴുതാൻ ചോദിക്കുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ഉണ്ടാവണം. നമ്മൾ വെറുതെ അതിനകത്ത് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ പോരാ, പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് നമ്മളത് നോട്ട് ചെയ്ത് പോകണം. ദെൻ ലേബൽസ് ആൻഡ് മെറ്റീരിയൽ സേഫ്റ്റി. Labels for hazardous materials must alert people to the dangers of the product and basic safety precaution. അപ്പോൾ ലേബൽ എപ്പോഴും ഉണ്ടാവണം. ദെൻ മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ MSDS ഒരു ടെക്നിക്കൽ ഡോക്യുമെൻ്റ് ആണ്. ദാറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഓൺ ദ പൊട്ടൻഷ്യൽ ഹസാർഡ്സ്, ഹെൽത്ത്, ഫയർ, റിയാക്ടിവിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്, ആൻഡ് ഹൗ ടു വർക്ക് സേഫ്ലി വിത്ത് ദ കെമിക്കൽ പ്രോഡക്റ്റ്. അത് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം ഉറപ്പായിട്ടും. It also contains information on the use, storage, handling and emergency procedures, all related to the hazards of the material. ആ മെറ്റീരിയലിനെ പറ്റിയിട്ട് നമ്മളുള്ള കംപ്ലീറ്റ് ഡേറ്റ ആ MSDSൽ ഉണ്ടായിരിക്കണം. The MSDS contain much more information about the material than the label. ലേബലിനേക്കാളും കൂടുതൽ ഡേറ്റ ഏതിലുണ്ടാവും? MSDSൽ ഉണ്ടാവും. It is prepared by the supplier or manufacturer of the material. അപ്പോൾ MSDSനകത്ത് നമുക്ക് എന്തൊക്കെ ഉത്തരം കിട്ടും? വാട്ട് ആർ ദ ഹസാർഡ്സ് ഓഫ് ദ പ്രോഡക്റ്റ്, ഹൗ ടു യൂസ് ദ പ്രോഡക്റ്റ് സേഫ്ലി, വാട്ട് ടു എക്സ്പെക്ട് ഇഫ് ദ റെക്കമെൻഡേഷൻസ് ആർ നോട്ട് ഫോളോഡ്, ആൻഡ് വാട്ട് ടു ഡു ഇഫ് ആക്സിഡൻറ്റ്സ് ഒക്കർ, ആൻഡ് ഹൗ ടു റെക്കഗ്നൈസ് സിംറ്റംസ് ഓഫ് ഓവർ എക്സ്പോഷർ, ആൻഡ് വാട്ട് ടു ഇഫ് സച്ച് ഇൻസിഡൻറ്റ്സ് ഒക്കർ. ഇതെല്ലാം MSDS നമുക്ക് പറഞ്ഞു തരും. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് മച്ച് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ ദാൻ ദ ലേബൽ, ആൻഡ് ഇറ്റ് ഗീവ്സ് വാല്യുബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ ടോക്സിസിറ്റി പ്രൊഫൈൽ ഓഫ് എ കോമ്പൗണ്ട്.
An internationally agreed safety data sheet of a substance has 16 sections. അത് വായിച്ചു നോക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. Then another important aspect എന്ന് പറയുന്നത് സിംബൽസ് ആണ്. അതായത് ഹസാർഡ് വാർണിംഗ് ഇൻഫർമേഷൻ സിംബൽസ്. അത് നമുക്ക് പലതരത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല ബോട്ടിൽസിലും. അപ്പോൾ അത് നമുക്ക് സാധാരണ രീതിയിൽ ഈ സിംബൽസ് വരച്ച് കാണിച്ച് അതിൻ്റെ മീനിങ് എന്താണ് അത് മെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പോൾ ഈ സിംബൽസുമായിട്ടൊന്ന് ഫെമിലിയറൈസ് ചെയ്ത് എന്താണ് അത് മീൻ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു വയ്ക്കണം. But the globally harmonized system GHS of classification and labeling of chemicals, അങ്ങനെ ഇത് പറയുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് UN ആണ്, യുണൈറ്റഡ് നേഷൻസ് ആണ്. ദെയർ ഡോക്യുമെൻ്റ് ഈസ് നോൺ ആസ് UNGHS പർപ്പിൾ ബുക്ക് സ്റ്റാൻഡർഡൈസസ് ദ കണ്ടൻറ്റ് ആൻഡ് ഫോർമാറ്റ് ഓഫ് കെമിക്കൽ ലേബൽസ് ആൻഡ് സേഫ്റ്റി ഡേറ്റ ഷീറ്റ്സ്. അപ്പോൾ ഇതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മെഷേഴ്സ് ആണെന്നുള്ളത് അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഏജൻസി ഉണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന റൂൾസ് പ്രകാരമാണ് ഇത്. ഈ ഒരു പർപ്പിൾ ബുക്ക് ഇതിനകത്താണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഡേറ്റ ഫോംസ് എല്ലാം ഉള്ളത്. സോ ലെറ്റ് us have a glimpse on this സിംബൽസ്. അപ്പോൾ അതിനകത്ത് സിംബൽസ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഒരു സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ സിമ്പിൾ ഒരു ടിക്ക് പോലെ ലോ ഹസാർഡാണ് മീനിങ്. കെമിക്കൽസ് ദാറ്റ് ആർ റിലേറ്റീവ്ലി ഈസി ടു ഹാൻഡിൽ, പെട്ടെന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. ദെൻ ഒരു ചെറിയൊരു ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ ഒരു പടം കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ്പ്ലോസീവ് ആണ്. കെമിക്കൽസ് ദാറ്റ് ക്യാൻ കോസ് ആൻ എക്സ്പ്ലോഷൻ ആസ് ദേ കണ്ടെയ്ൻ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് സ്റ്റോർഡ് എനർജി. അപ്പോൾ അത് എക്സ്പ്ലോഷൻ നടക്കാൻ സാധ്യതയുള്ളതാണ്. സോ അതുപോലെ ഒരുപാട് സിംബൽസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഫ്ലൈമബിളിനൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓക്സിഡൈസിങ്ങിന് കൊടുത്തിട്ടുണ്ട്, കൊറോസീവിന് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് കണ്ണുനീര് വരുന്ന ടൈപ്പ് കെമിക്കൽസ് ആണെങ്കിൽ അത് ലക്രിമേറ്ററി എന്ന് പറയുന്ന ഒരു വേർഡാണ് നമ്മൾ അങ്ങനത്തെ കെമിക്കൽസിന് പറയുന്നത്. അതിന് കെമിക്കൽസ് ദാറ്റ് കോസ് ടിയർ. ദെൻ ഹാംഫുൾ ആണെങ്കിൽ ഒരു ഇൻറ്റു മാർക്കാണ്. ഹൈലി ടോക്സിക് ആണെങ്കിൽ ഒരു സ്കള്ളാണ്. ദെൻ നർക്കോട്ടിക് ആണെങ്കിൽ നർക്കോട്ടിക് മീൻസ് അത് ഈ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് കെമിക്കൽസ് ഒക്കെ ആണെങ്കിൽ. ദെൻ ഗ്യാസ് അണ്ടർ പ്രഷർ ആണെങ്കിൽ അവിടെ ഒരു സിമ്പലുണ്ട്. ദെൻ ഡേഞ്ചറസ് ടു എൻവയോൺമെൻറ്റ് ആണെങ്കിൽ ദർ ഇസ് അനദർ സിമ്പൽ. റേഡിയോ ആക്റ്റീവ് ആണെങ്കിൽ ഒരു ഫാൻ ലൈക്ക് സിമ്പലുണ്ട്. ദെൻ ബയോ ഹസാർഡ് ആണെങ്കിൽ വേറൊരു ഒരു സർക്കിൾസ്, ഒരു ഹാഫ് സർക്കിൾ പോലെയുള്ള ഒരു സിമ്പലുണ്ട്. അതുപോലെ സർഫസസ് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണെങ്കിൽ ഹോട്ട് സർഫസ് ആണെങ്കിൽ അങ്ങനെ ഒരു സിമ്പൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും പലതിൻ്റെയും സർഫസിൽ ഇങ്ങനെയുള്ള സിമ്പൽസ്. ദെൻ ലോ ടെമ്പറേച്ചർ, ദെൻ ഹൈ വോൾട്ടേജ്, ഇതെല്ലാം ഈ സിമ്പൽസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊപ്പല്ലൻസ് ആണ്. നമ്മൾ പ്രൊപ്പല്ലൻസ് സാധാരണ കേൾക്കുന്നത് റോക്കറ്റ് പ്രൊപ്പല്ലൻ്റ് എന്നുള്ളൊരു വേർഡാണ്. സോ പ്രൊപ്പല്ലൻ്റ് ഈസ് എ സബ്സ്റ്റൻസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഓർ പ്രഷറൈസ്ഡ് ഗ്യാസ് ദാറ്റ് ഈസ് സബ്സിക്വൻ്റ്ലി യൂസ്ഡ് ടു ക്രിയേറ്റ് മൂവ്മെൻറ്റ് ഓഫ് അനദർ സബ്സ്റ്റൻസ് ഓർ ഓബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റിനെയോ സബ്സ്റ്റൻസിനെയോ ഫോഴ്സ്ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു മൂവ്മെൻറ്റ് സാധ്യമാക്കുന്ന ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്താ പറയുന്നത്, എനർജിയോ ഗ്യാസോ പ്രൊപ്പല്ലൻസ് എന്ന് പറയുന്നത്. സോ പ്രൊപ്പല്ലൻ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് ഫ്യുവൽ കോമൺലി
and the propellants used for the propulsion of rocket and spaceships are called rocket propellants, and it is classified into major 3 types, and they are first one is solid propellant, liquid propellant, then hybrid propellants. Solid propellant that consists of solid fuel and a solid oxidizer, and there are 2 types of solid propellants. They are composite propellant and double base propellant. Composite propellant is a mixture of polymeric binder like a polyurethane and a polybutadiene as fuel and ammonium perchlorate as an oxidizer. So ഇത് നിങ്ങൾ കാണാതെ വായിച്ച് പഠിക്കണം. ഡബിൾ ബേസ് പ്രൊപ്പല്ലൻ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് nitroglycerine and nitrocellulose, and the main disadvantage of this type of propellant is as they continue burning at the same rate without any start and stop capability. അത് ഒരേപോലെ കത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സാധനമാണ്. Then liquid propellant consists of mixture of kerosene, alcohol, hydrazine or liquid hydrogen as fuel, and a liquid oxygen, liquid N2O4 or nitric acid as an oxidizing agent. These are known as biliquid propellants, and in some cases single chemical compound known as monopropellant act as both the oxidizer and the fuel, and examples are also given. Then hybrid propellant consists of solid fuels like acrylic rubber and a liquid oxidizer, acrylic rubber plus liquid N2O4. Then there is a term called a specific impulse, is a measure of performance of rocket propellants, and it can be calculated using an expression given below. ഒരു വലിയ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ എന്താണ് സ്പെസിഫിക് ഇമ്പൾസ് എന്നുള്ളത് ഓർത്തിരിക്കുക. Then another term is explosive compounds. So there is always a question, what is the difference between explosives and propellants? Propellants are നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രഷറൈസ്ഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. Then explosive means an explosive is a reactive substance that contains a great amount of potential energy that can produce an explosion if released suddenly. പ്രൊപ്പല്ലൻ്റ് പോലെയല്ല, സംവാട്ട് ഡിഫറെൻ്റ് ആണ്. പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്ത് പോകാൻ കഴിയുന്ന, പെട്ടെന്ന് റിലീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്ത് പോകാൻ കപ്പാസിറ്റി ഉള്ള മെറ്റീരിയലിനാണ് നമ്മൾ എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്നത്. എക്സ്പ്ലോഷൻ ഈസ് യൂഷ്വലി അക്കമ്പനീഡ് ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് ലൈറ്റ്, ഹീറ്റ്, സൗണ്ട് ആൻഡ് പ്രഷർ. അപ്പോൾ ഇത് പ്രൊപ്പല്ലൻസിൻ്റെ ആക്ഷൻ പോലെയല്ല. It produces light, heat, sound and pressure. Explosives must be handled with care, since some of the chemicals which are useful in analysis are explosives in nature. അതുകൊണ്ട് നമ്മൾ അമോണിയം നൈട്രേറ്റ് അങ്ങനെ കുറേ കോമ്പൗണ്ട്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ്, എക്സ്പ്ലോസീവ് നേച്ചറുള്ള കോമ്പൗണ്ട്സ് ആണ്. സോ അവെയർനെസ് അബൌട്ട് എക്സ്പ്ലോസീവ് കെമിക്കൽസ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ പേഴ്സൺസ് വർക്കിംഗ് ഇൻ എ ലാബ്. നമ്മൾ എക്സ്പ്ലോസീവിനെ പറ്റി, നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട്സിലെ എക്സ്പ്ലോസീവ് നേച്ചറുള്ള സബ്സ്റ്റൻസസിനെ പറ്റി നമുക്ക് അവെയർനെസ് നമ്മൾ കൊടുത്തിരിക്കണം. അത് നമുക്ക് അറിയുകയും വേണം. സം എക്സാമ്പിൾസ് ആർ ഗിവൺ. അതിൽ ട്രൈനൈട്രോടോളുവീൻ, TNT എന്നാണ് അതിൻ്റെ പേര്. TNT ട്രൈനൈട്രോടോളുവീൻ. അതിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു യൂസ്ഡ് ആസ് എ ഹൈ എക്സ്പ്ലോസീവ് ഫോർ മിലിറ്ററി ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, ആൻഡ് ഇറ്റ് അപ്പിയർ ആസ് എൻ യെല്ലോ സോളിഡ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇൻ്റർമീഡിയറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഡൈസ് ആൻഡ് ഫോട്ടോഗ്രാഫിക് കെമിക്കൽസ്. സ്ട്രക്ചർ ഓഫ് TNT കൊടുത്തിട്ടുണ്ട്. In addition to the explosive feature, it is also having several harmful effects. It can cause dermatitis, നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ്, ദെൻ ഇറിറ്റേഷൻ ഓഫ് ഐ, നോസ്, ത്രോട്ട്, ഇതെല്ലാം അതിന് ഉണ്ടാക്കുന്നുണ്ട് TNT യൂസ് ചെയ്യുമ്പോൾ.
Then TNT stains the skin orange and yellow and is readily absorbed through skin. അപ്പോൾ അത് അങ്ങനെയുള്ള ഹാംഫുൾ നേച്ചറൊക്കെ അതിനുണ്ട്. Then high exposure may cause weakness, anemia and headache. It may damage liver, central nervous system and it is a possible carcinogen also. അപ്പോൾ അത്രയും ഹാംഫുള്ളാണ് TNT എന്ന് പറയുന്ന എക്സ്പ്ലോസീവ്. ദെൻ ട്രൈനൈട്രോഗ്ലിസറിൻ TNG ഒരു എക്സ്പ്ലോസീവ് ലിക്വിഡാണ്. സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർഡ് ഫ്രം ഗ്ലിസറിൻ ബൈ നൈട്രേഷൻ യൂസിങ് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻസ്. ഡൈനാമൈറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. ആൻഡ് മേജർ കമ്പോണൻറ്റ് ഓഫ് സ്മോക്ക്ലെസ് ഗൺ പൗഡർ. സോ ട്രൈനൈട്രോഗ്ലിസറിൻ്റെ സ്ട്രക്ചറാണ്. ശരിക്കും അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് അതൊരു വാസോ ഡയലേറ്ററാണ്. മെഡിസിനിൽ വാസോ ഡയലേറ്ററായിട്ടാണത് യൂസ് ചെയ്യുന്നത്. ദെൻ യൂറിയ നൈട്രേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ലാബിലൊക്കെ എടുക്കുന്ന ഒരു മെറ്റീരിയൽ, ഒരു സബ്സ്റ്റൻസ് ആണ് യൂറിയ നൈട്രേറ്റ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുമുണ്ട് യൂറിയ നൈട്രേറ്റ്. യൂറിയയുടെ ഡെറിവേറ്റീവായിട്ടൊക്കെ യൂറിയ നൈട്രേറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ this is a powerful improvised explosive frequently used by terrorists. Difficult to identify urea nitrate in the post explosion debris. ഇത് എക്സ്പ്ലോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാനും പാടാണ്. അതിൻ്റെ വളരെ ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമേ നമുക്കവിടെ അവിടെ ബ്ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. സോ ഇത് ബ്ലാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്ത് തരം അറ്റാക്കാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഇതിൻ്റെ ഒരു ട്രേസ് നമുക്ക് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. So in presence of water it readily decomposes to its original components urea and nitric acid. Ammonium nitrate explosivesൻ്റെ അത്രയും പവർഫുള്ളാണ് യൂറിയ നൈട്രേറ്റ്. സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രസിൻ ഡെറിവേറ്റീവ്സ്, അതുപോലെ അമോണിയം നൈട്രേറ്റ്, അതുപോലെ അസറ്റിലീൻ, ഇതെല്ലാം എക്സ്പ്ലോസീവിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന കോമ്പൗണ്ട്സ് ആണ്. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ദെൻ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് മിക്സ്ചേഴ്സ്. മിക്സിങ് അപ്പ് ഓഫ് സം കെമിക്കൽസ് മേ ലീഡ് ടു ഹാംഫുൾ എഫക്ട്സ്. അപ്പോൾ അങ്ങനെ ചേരാൻ പാടില്ലാത്തത് ചിലത് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എക്സ്പ്ലോഷനോ അല്ലെങ്കിൽ റിയാക്ഷൻസോ ഹൈ ടെമ്പറേച്ചറോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഈവൻ അത് നിയർ ബൈ പ്ലേസിൽ പോലും കീപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ്. When such compounds are mixed or keep in contact with each other, accidents may occur due to violent reaction between the chemicals. Such mixtures are termed as incompatible chemical mixtures or potentially dangerous mixtures. അപ്പോൾ അങ്ങനെ വരുന്ന കാറ്റഗറിയിൽ വരുന്ന കുറച്ച് കോമ്പൗണ്ട്സിനെയാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ആസിഡ് വിത്ത് മെറ്റൽ സയനൈഡ്, അതുപോലെ HCN ഗ്യാസ് ഉണ്ടാക്കും അത്. അതുപോലെ ആസിഡ് വിത്ത് മെറ്റൽ സൾഫൈഡ് H2, ഇതിനെല്ലാം പോയിസണസ് ഗ്യാസുകളാണ്. H2S ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ആസിഡ് വിത്ത് ബ്ലീച്ചിങ് പൗഡർ ക്ലോറിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അമോണിയ വിത്ത് ബ്ലീച്ചിങ് പൗഡർ ക്ലോറാമീൻ വേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ജാസ് നൈട്രിക് ആസിഡ്, പെർക്ലോറിക് ആസിഡ്, KMNO4, ഇതെല്ലാം നമ്മൾ വിത്ത് കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസസ്, ആൽക്കഹോൾ, ഓർഗാനിക് സോൾവൻസിൻ്റെ അടുത്തൊന്നും വയ്ക്കാൻ പാടില്ല. അത് പെട്ടെന്ന് എന്ത് ചെയ്യും, തീ പിടിക്കും. ഇറ്റ് വിൽ ക്യാച്ച് ഫയർ. മെറ്റൽ ഹൈഡ്രൈഡ്സ് വിത്ത് വാട്ടർ മേ ഫോം ഫ്ലെയിമബിൾ ഹൈഡ്രജൻ ഗ്യാസ്. മെറ്റൽ ഫോസ്ഫൈഡ്സ് വിത്ത് വാട്ടർ മേ ഫോം ടോക്സിക് ഫോസ്ഫീൻ ഗ്യാസ്. Oxidizing agents with reducing agents may explode. Hydrogen peroxide and acetic acid may explode on heating. Hydrogen peroxide and sulfuric acid may spontaneously detonate. അപ്പോൾ ഇതും നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ലാബിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം നമ്മൾ അറിയാതെ ഇതിനെല്ലാം നമ്മൾ അടുത്ത് വയ്ക്കുകയോ നമ്മൾ യൂസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ അപകടങ്ങൾ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള
എക്സ്പ്ലോഷൻസൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഫ്ലെയിമബിൾ സോൾവൻസ്. ഫ്ലെയിമബിൾ സോൾവൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈസിലി ഫയർ ക്യാച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സോൾവൻസ് ആണ്. ഒരിക്കലും നമ്മളൊരു ഫ്ലെയിമിൻ്റെ അടുത്തോ ബർണറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഹോട്ട് പ്ലേറ്റിൻ്റെ അടുത്തോ അങ്ങനെയൊന്നും നമ്മളിതിനെ എന്ത് ചെയ്യാൻ പാടില്ല, സൂക്ഷിക്കാൻ പാടില്ല. ആ സോൾവൻസിൽ ഡൈഇഥൈൽ ഈഥറുണ്ട്, ബെൻസീനുണ്ട്, ടെട്രഹൈഡ്രോഫ്യൂറാനുണ്ട്, സൈക്ലോഹെക്സെയിൻ, അതുപോലെ ഹെക്സെയിൻ, ഇതെല്ലാം കോമൺ എക്സാമ്പിൾസ് ആണ്. നമ്മളൊരു ഫ്ലെയിമബിൾ സബ്സ്റ്റൻസിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പേഴ്സ് റിലീസ്ഡ് ഫ്രം എ സബ്സ്റ്റൻസ് produce a flash on introducing an ignition source. Substances having flash point below 15 degree are dangerously inflammable. കാരണം അത് ഏത് ടെമ്പറേച്ചറാണ്, അതിൻ്റെ മിനിമം ടെമ്പറേച്ചറാണ് അതിന് ഫയർ ക്യാച്ച് ചെയ്യാനുള്ള, അതിൻ്റെ വേപ്പേഴ്സ് ഫയർ ക്യാച്ച് ചെയ്യുന്നത്. അത് 15 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വളരെ നമ്മളെ റൂം ടെമ്പറേച്ചറിൽ തന്നെ അത് ഈ പെട്ടെന്ന് കത്തിപ്പടരുന്ന അല്ലെങ്കിൽ കത്തിപ്പിടിക്കുന്ന സംഭവമായിരിക്കും. It is the temperature at which vapors released from a substance produce a flash on introducing an ignition source. പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ഒരു ബേണിംഗ്, ഒരു ഫ്ലാഷ് ഉണ്ടാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള അതിൻ്റെ ലോവർ ടെമ്പറേച്ചറാണ് ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇഗ്നീഷൻ സോഴ്സസ് നമ്മൾ ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇഗ്നീഷൻ സോഴ്സസ് മേജറായിട്ട് 4 കാറ്റഗറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് തെർമൽ ഇഗ്നീഷൻ സോഴ്സസ് ആണ്, ഫ്ലെയിംസ്, ഹോട്ട് സർഫസ് എക്സെട്ര. പിന്നെ ഇലക്ട്രിക്കൽ ഇഗ്നീഷൻ സോഴ്സസ് ഉണ്ട്, ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്, ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ മെക്കാനിക്കൽ ഇഗ്നീഷൻ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഹീറ്റാണ്, അല്ലെങ്കിൽ ക്രാക്കിംഗ് ഓഫ് മെറ്റൽ എക്സെട്ര. ദെൻ കെമിക്കൽ ഇഗ്നീഷൻ സോഴ്സസ്, ഹൈലി എക്സോതെർമിക് റിയാക്ഷൻസ്, വിഗറസ് ഓക്സിഡേഷൻ റിയാക്ഷൻസ് എക്സെട്ര. ഇപ്പോൾ ഇഗ്നീഷൻ സോഴ്സസ് ഒന്നും നമ്മളിവിടെ ഫെമിലിയർ അല്ല. നമുക്ക് തെർമൽ ഇഗ്നീഷൻ, ഫ്ലെയിമും ഹോട്ട് സർഫസും മാത്രമേ നമുക്ക് നമ്മുടെ ഇഗ്നീഷന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൂ. അല്ല, ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഇഗ്നീഷ്യൻസ് പിന്നെ എന്താണ് സോഴ്സസ് നമ്മൾ റെയറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ് ടു വിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.